ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇതുവരെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ ഒരു ഈവനിങ് വ്ളോഗ് എന്ന് പറയണത്. ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ കേട്ടോ ഒരു ഈവനിങ് വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണ്. ഞാൻ ഇതിന് മുന്നേ പ്ലാനിങ് ചെയ്തിട്ടൊന്നുമല്ല, ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കണ ഒരു വീഡിയോ അല്ല കേട്ടോ. സാധാരണ ഞാൻ നാളെ എന്തൊരു മോർണിംഗ് വ്ളോഗ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഡേ മൈ ലൈഫ് എടുക്കണമെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് വെക്കാറുള്ളത്. അപ്പോൾ രാവിലെ അതിനനുസരിച്ച് പെട്ടെന്ന് നീക്കണം, ഇങ്ങനെയൊക്കെ പണികളൊക്കെ ഒരുക്കണം എന്നൊക്കെ കരുതിയിട്ടായിരിക്കും. എന്നത് ഒട്ടും എന്താ പറയുക, നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ല ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ കിടക്കുന്ന ടൈമിൽ പെട്ടെന്ന് എനിക്ക് തോന്നി ഒന്ന് എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ. കാരണം അതൊരു ചെറിയൊരു സർപ്രൈസ് വെച്ചാൽ വലിയ സർപ്രൈസ് ഒന്നല്ല, കുട്ടികൾക്കൊരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അതറിഞ്ഞപ്പോഴും. അപ്പോൾ അങ്ങനെ നമ്മൾ ലല്ലുട്ടീനെ ബാലവാടിയിൽ ആണ്. അപ്പോൾ ലല്ലുട്ടീനെ ബാലവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ അടുത്തമ്മ പോയിട്ടുണ്ട്. റിച്ചിട്ട് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പം നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ നമ്മൾ റിച്ചൂട്ടിനെ എണീച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു കേട്ടോ അച്ഛൻ കൊടുന്നിരുന്നത്. സാധാരണ നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത കപ്പ ഉണ്ടാവാറുണ്ട്. ഞാൻ ദിവസം ഇതേമാതിരി നിൽക്കാൻ വരുന്ന ടൈമിലാണ് കപ്പ പറിക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ കപ്പ ആയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് കുറച്ച് കൊണ്ടുവരിക കേട്ടോ ചെയ്തത്. എനിക്ക് ഈ കപ്പയും അതുപോലെ ചിക്കൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വന്നാൽ ഏറെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ ലല്ലുട്ടി വന്നിട്ടുണ്ട് കേട്ടോ ബാലവാടിയിൽ നിന്ന്. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് അവർ കഴിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് അമ്മ അടുപ്പയിൽ പൂള വെച്ചിട്ടുണ്ടായിരുന്നു, കുക്കറിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുക കേട്ടോ ഞങ്ങൾ. പിന്നെ ഈ ടൈമിൽ കുറച്ചൊരു തിരക്കാവും കേട്ടോ. കാരണം ഞങ്ങൾ ലല്ലുട്ടിയും കൂടി വന്നു കഴിഞ്ഞാൽ കുക്കിങ്ങും കാര്യങ്ങളും പിന്നെ ചായ കുടിക്കലും, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ അങ്ങനെ നിന്നിട്ടൊക്കെ കഴിക്കാറ്. അപ്പോൾ പിന്നെ ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞല്ലോ, ലല്ലു റിച്ച് നല്ല വികൃതിയാണ്, അതുപോലെ സ്നേഹമാണ് കേട്ടോ. അപ്പോൾ അവരെ നോക്കില്ല, അവരുടെ കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകുന്നേരം നമ്മൾക്ക് ബേക്കറിയും കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടികൾക്ക് മാത്രമായിട്ടോ നമ്മൾ ഇങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാറുള്ളൂ. നമുക്ക് ബേക്കറി അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കപ്പയും കൂടി ഉണ്ട്. അപ്പോൾ അതിലേക്ക് സമ്മന്തി അരയ്ക്കാൻ നമ്മൾ വെളുത്തുള്ളി അല്ല ചെറിയുള്ളിയും കാന്താരി മുളകും ഇട്ടിട്ട് അങ്ങനത്തെ സമ്മന്തിയൊക്കെ അരച്ച് കഴിക്കണേ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിച്ചോട്ടന് ഇതേമാതിരി ചാടിക്കുകയാണെങ്കിൽ അവൻ ആദ്യം പോയി കൊണ്ടുവരുന്ന സ്റ്റൂളാണ് കേട്ടോ. അപ്പോൾ അവൻ ആ സ്റ്റൂളും ഇരുന്നിട്ടാണ് കഴിക്കാറ്. ഇപ്പോൾ ലല്ലുട്ടി അങ്ങനെ തന്നെ എടുത്തിരുന്ന് കഴിക്കാമെന്നൊക്കെ വാശി പിടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കപ്പായപ്പോൾ അത് കഴിക്കാൻ വിചാരിച്ചിട്ട് എല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ട്ടോ. പിന്നെ നമ്മൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ പുറം അടിച്ച് വാരാനും നിന്നു, ഏടത്തിയമ്മ ഉള്ളടിച്ച് വാരാനും നിന്നു ട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ ചെയ്യാറ്. ആരെങ്കിലും ഒരാൾ ഉള്ളടിക്കുകയാണെങ്കിൽ ഒരാൾ പുറം അടിച്ച് വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നല്ല മഴക്കാറുണ്ട്, അപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നു കേട്ടോ. ഞാൻ പുറത്ത് കൂടെ ഒക്കെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചതാണ് കുട്ടികളെയും കൊണ്ട്. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ കരുതിയതായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് പോകാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ നമ്മളവിടെ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് ചെറുതായിട്ട് ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. പുറത്തേക്ക് പോകാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ അമ്മേൻ്റെ ഫോണിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലല്ലൂട്ടി എന്തൊരു ആവശ്യത്തിന് അവന് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിച്ചുവിന് ഇതേമാതിരി ചെറിയ മഴച്ചാറിലുള്ളൂ, അല്ലാതല്ല. അപ്പോൾ ഞാൻ അവനെ ഇവിടെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ അവൻ്റെ കളിക്കോപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവൻ്റെ കൂടെ കുറച്ച് നേരം കൂടി കൊടുക്കണം കേട്ടോ. ഇല്ലാച്ചാൽ അവൻ ഇതാവും കേട്ടോ. പിന്നെ ഒരു ലല്ലൂട്ടി വന്നിട്ടാണ് പിന്നെ അവർ ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച് സിറ്റ് ഔട്ടിൽ തന്നെ ഞങ്ങൾ കുറേ നേരം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ കുറേ നേരം സിറ്റ് ഔട്ടിലിരുന്ന് കളിച്ചു കേട്ടോ. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നുകൊണ്ട് സമയം പോയത് അറിഞ്ഞതില്ല കേട്ടോ. നമ്മൾ സാധാരണ വൈകുന്നേരം ഇവിടെ അമ്പലത്തിൽ തൊഴാൻ പോകാറുണ്ട്. അമ്പലത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ കുടുംബക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആദ്യമൊക്കെ ഞാൻ രാവിലെ ഇപ്പോൾ തൊഴാൻ പോവാറുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് രാവിലെ കഴിയാറില്ല, കാരണം റിച്ച് കുറച്ച് വൈകി എണീക്കുക. പിന്നെ ഒരു എണീക്കലും കുളി ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നേരം ആവാറുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ നേരത്തെ എണീറ്റിരുന്നു. അപ്പോൾ പിന്നെ നേരത്തെ എണീക്കൊണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ എണീക്കും. പിന്നെ വേഗം തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് ആദ്യം തൊഴാനാണ് പോയത്. ഇപ്പോൾ പിന്നെ ഇവിടെ ഇപ്പോൾ ഈ നിൽക്കാൻ മരവിൽ വൈകുന്നേരമാണ് കേട്ടോ പോക്ക്. അപ്പോൾ നമ്മൾ ഒരു മേലുകഴുകൽ കഴിഞ്ഞ് എൻ്റെയും മേലുകഴുകൽ കഴിഞ്ഞിട്ട് കുട്ടികളെയും കൂട്ടിയിട്ട് നമ്മൾ അവിടെ പോയി ഒന്ന് തൊഴുത്ത് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് റിച്ചുവിന് എന്നും പൈസ അതിൽ അവിടുത്തെ ഭണ്ഡാരത്തിലിടണം. റിച്ചുവിനും ലല്ലുവിനും പൈസ വേണം. അപ്പോൾ ഞങ്ങൾ 3 പേരും പോയിട്ട് തൊഴാൻ പോവുകയാണ് കേട്ടോ.
ശിവഭഗവാന്റെ അങ്ങനെ അവർ കുറച്ചു നേരം കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. നമ്മളെ ഏട്ടൻ്റെ കുട്ടികളൊക്കെ വന്നിരുന്ന് വായിക്കുകയും ശ്രേയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നൊക്കെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അത് വേറൊന്നല്ല കേട്ടോ. ഏട്ടൻ ബ്രോസ്റ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പിന്നെ കരുതിയത്. കുട്ടികൾക്ക് അറിയണ്ടായിരുന്നില്ല, അപ്പോൾ കൊടുന്നപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അവർ രണ്ടുപേർക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കൊടുന്ന പാടെ റിച്ചു ലല്ലും വേഗം പോയിട്ട് ഹാളിലിരുന്നു. അപ്പോൾ ഏട്ടൻ കുളിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുട്ടികൾ എന്താ പറയുക, ആ ഒരു സന്തോഷത്തിൽ അവിടെ പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം പൊട്ടിച്ചു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു, കാരണം ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വേഗം കൊടുന്നതാണ്, അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ചൂട് കൊടുക്കുക തന്നെ കുട്ടികൾ കഴിച്ചോട്ടെ എന്നിട്ട് അമ്മ അവർക്ക് പൊട്ടിച്ച് കൊടുക്കുകയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കുകയാണ് ചെയ്തത്. റിച്ചുട്ടന് യാതൊരു ക്ഷമയുണ്ടായിരുന്നില്ല, അവൻ അവിടെ വന്നിട്ട് തന്നെ കഴിക്കുകയായിരുന്നു. അപ്പോൾ ലല്ലുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ആ ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബ്രോസ്റ്റും ഭയങ്കര ഇഷ്ടമാണ്, രണ്ടാൾക്കും ഇഷ്ടമാണ് നല്ലോണം. അത് നമ്മൾ ആൾക്ക് കുട്ടികൾക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.